ഹേ ഗായ്സ് വെൽക്കം ബാക്ക് 7300 mAh ഉള്ള വിവോയുടെ ഫോൺ വിവോയുടെ T4 എങ്ങനെയുണ്ട്? ഞാൻ പ്രൈസും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് 3 വേരിയൻ്റ് ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. ബേസ് മോഡൽ 8GB 128GB ആണ്. ഇതിൻ്റെ ആക്ച്വലായിട്ട് പ്രൈസ് 21,999 ആണ്. മിഡിൽ വേരിയൻ്റ് ആയിട്ടുള്ള 8GB 256GB വേരിയൻ്റെ പ്രൈസ് 23,999 12GB 256GB വേരിയൻ്റെ പ്രൈസ് 25,999 ആയിട്ടാണ് വരുന്നത്. ഇത് കൂടാതെ തന്നെ 2000 രൂപയുടെ ബാങ്ക് ഓഫർ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബേസ് മോഡൽ 19,999 കിട്ടുന്നുണ്ട്. സോ ഓഫർ പ്രൈസിലാണെങ്കിൽ 20,000 രൂപ കിട്ടുന്നുണ്ട്. ആക്ച്വൽ പ്രൈസ് 22,000 രൂപയാണ്. ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് ഇതിൻ്റെ ഡിസൈൻ കാണാൻ നല്ല രസമുണ്ട്. ഒരു സർക്കിൾ ക്യാമറ മൊഡ്യൂളാണ് വരുന്നത്. 2 കളേഴ്സ് വരുന്നുണ്ട്. ഒരു ഗ്രേയും വരുന്നുണ്ട്, ഒരു ബ്ലൂ കളർ കൂടെ വരുന്നുണ്ട്. കാണാനൊക്കെ നല്ല രസമുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡായിട്ടാണ് വരുന്നത്. IP65 റേറ്റിംഗും വരുന്നുണ്ട്. മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ അടക്കം വരുന്ന നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഫോൺ കൂടിയാണ്. വെയിറ്റ് ആണെങ്കിൽ 199 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. 7.9 mm തിക്നെസ് മാത്രമേ വരുന്നുള്ളൂ. ഇതിലൊരു വലിയൊരു ബാറ്ററി ആണ് കേട്ടോ വരുന്നത്. എന്നിട്ട് പോലും വെയിറ്റും തിക്നെസ്സൊക്കെ തന്നെ ഒരു ആവറേജ് മാത്രമേ വരുന്നുള്ളൂ. ഇറ്റ്സ് നൈസ്. ഡിസൈനിൻ്റെ കാര്യത്തിൽ നല്ല രസമുണ്ട്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി, നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ബിൽഡ് വരുന്നുണ്ട്. വലിയൊരു ഇഷ്യൂ ഒന്നും ഡിസൈനിൻ്റെ കാര്യത്തിൽ പറയാനേ ഇല്ല. ഡിസ്പ്ലേ ആണെങ്കിൽ 6.77 ഇഞ്ച് വരുന്ന ഫുൾ HD ആയിട്ടുള്ള AMOLED 120 ഹെർട്സിൻ്റെ ഒരു മൈക്രോ കോഡ് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. 1300 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 5000 നിറ്റ്സിൻ്റെ ആണ് പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് വരുന്നത്. സ്കോട്ട് സെൻസേഷൻ ആൽഫയുടെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. ഒരു മൈക്രോ കോഡ് കർവ്ഡ് ആയതുകൊണ്ട് തന്നെ കാണാനൊക്കെ നല്ല രസമുണ്ട്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു ഡിസപ്പോയിൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിന് കർവ്ഡ് ആണ്. അങ്ങനെ വലിയ കർവ്ഡും അല്ല, മൈക്രോ കോഡ് കർവ്ഡ് ആണ്. നല്ല രസമുണ്ട്. ഈ റേഞ്ചിൽ നല്ലൊരു ബെസ്റ്റായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ അങ്ങനെ വലിയൊരു കുറ്റമൊന്നും പറയാനില്ല. ഈ റേഞ്ചിലെ എല്ലാ ഫോണും പോലെ 1.5K റെസൊല്യൂഷൻ ഇല്ല. അതങ്ങനെ ഈ പ്രൈസ് റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെ ഇതിന് വരുന്നുണ്ട്. ഇനി ക്യാമറ ആണെങ്കിൽ 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 2 MB ഡെപ്ത് സെൻസറാണ് റിയറിൽ വരുന്നത്. കാര്യമില്ല, അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നില്ല. സെൽഫി ക്യാമറ ആണെങ്കിൽ 32 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഫ്രണ്ട് ആൻഡ് റിയറിൽ 4K 13 എപ്പിസോഡിലെ വീഡിയോസും സപ്പോർട്ട് കൊടുത്തിട്ടുമുണ്ട്. സോ ക്യാമറ വൈസ് എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞൊരു ഡീസൻറ്റ് ക്യാമറ എന്നല്ലാതെ ബെസ്റ്റ് ക്യാമറ ഒന്നൊന്നും പറയാനില്ല. ഒരു ഡീസൻറ്റ് ക്യാമറ മാത്രമാണ് ഈ ഫോണിൽ നിന്ന് കിട്ടുന്നത്. എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും അത്യാവശ്യം നല്ല രസമൊക്കെ ഉണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നും പറയാനില്ല. അത്യാവശ്യം ഒരു നല്ലൊരു ക്യാമറ, നല്ല ക്യാമറ, അത്രയേ ഉള്ളൂ. ഇനി പെർഫോമൻസ് ആണെങ്കിൽ ഇതിൽ വരുന്നത് Qualcomm Snapdragon 7S Gen 3 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. അറൗണ്ട് ഒരു 8 lakhിൻ്റെ അടുത്തൊക്കെ തന്നെ ആറ്റ് സ്കോർ അടക്കം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് മാത്രമാണ് വരുന്നത്. 3.1 വരുന്നില്ല. അതൊരു പോരായ്മയാണ് ഈ പ്രൈസ് റേഞ്ച് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. ബാക്കിയുള്ള 14,000 രൂപയുടെ ഫോണിലടക്കം 3.1 കിട്ടുന്നുണ്ട്. അപ്പം ഇതിൽ 2.2 എന്ന് പറയുന്നത് ഒരുപാട് ഔട്ട്ഡേറ്റഡ് ആയി സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ. പിന്നീട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 15 ആയിട്ടാണ് വരുന്നത്. ഫൺ ടച്ച് ചോയ്സ് ആയിട്ടാണ് വരുന്നത്. സോ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള UI ഒക്കെ തന്നെയാണ്. വലിയ കുഴപ്പങ്ങളൊന്നും പറയാനില്ല. അപ്ഡേറ്റ് ആണെങ്കിൽ 2+3 years വരെയുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഇവിടെ വിവോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഫോണിൽ വരുന്നുണ്ട്. സർക്കിൾ ടു സെർച്ചും ഒക്കെ തന്നെ വരുന്നുമുണ്ട്. NFC സപ്പോർട്ട് കൊടുത്തിട്ടില്ല. അതിൻ്റെ ബാറ്ററി ആണെങ്കിലാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് ബാറ്ററി. 7300 mAh ഒരു വലിയൊരു ബാറ്ററി വരുന്നുണ്ട്. അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 90 വാട്ടിൻ്റെ ചാർജറും വരുന്നുണ്ട്. അറൗണ്ട് ഒരു 65 മിനിറ്റൊക്കെ മതി 0 to 100 ആവാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല വലിയ ബാറ്ററി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഡെയിലി ചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. ഒരു 2 ദിവസം എന്തായാലും, ഒരു നോർമൽ യൂസേജ് ആണെങ്കിൽ 2 ദിവസം എന്തായാലും എത്തും. ഹെവി യൂസേജ് ആണെങ്കിൽ തന്നെ ഒരു ദിവസം ഫുള്ളായിട്ട് കിട്ടും. ഷുവറാണ് ആ കാര്യത്തിൽ. അപ്പോൾ നല്ല ബാറ്ററി ലൈഫ് ഈ ഫോണിൽ വരുന്നുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് മുമ്പായിട്ട് ഇതിൻ്റെ സ്പീക്കേഴ്സ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് അല്ല, മോണോ സ്പീക്കേഴ്സ് ആയിട്ടാണ് വരുന്നത്. അതും ഒരു എന്താ പറയുക, ഈ പ്രൈസ് റേഞ്ചിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് മോണോ സ്പീക്കർ എന്ന് പറയുന്നത്. ഓവറോൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്. ഒരു ഡീസൻറ്റ് ക്യാമറ വരുന്നുണ്ട്. നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. സ്റ്റോറേജ് UFS 2.2 ആണ്. പക്ഷേ പ്രോസറൊക്കെ നല്ല പ്രോസർ വെച്ചിട്ടുണ്ട്. പിന്നീട് നല്ല ബെറ്റർ ആയിട്ടുള്ള, ഇതിൻ്റെ അപ്പുറത്തേക്ക് വലിയ ബാറ്ററി ഇല്ല, അതുകൊണ്ട് തന്നെ ടോപ്പ് ലെവൽ ബാറ്ററിയും വരുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ മെയിനായിട്ട് വേണ്ട ഫീച്ചറാണ് സ്റ്റീരിയോ സ്പീക്കേഴ്സ്. അതില്ല. ഇപ്പം എന്തൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. അതില്ല. മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ ഈ ഫോണിൽ മിസ്സിങ് ആണ്. പെർഫോമൻസ് ആണെങ്കിലും നല്ല ചിപ്സെറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റോറേജ് 2.2 ആണ്, 3.1 വരുന്നില്ല. 2.2 ഒക്കെ പറയുകയാണെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയി. 3.1 മിനിമം എങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ വേണം.
ഇതിനും കാട്ടി പ്രൈസ് പറഞ്ഞ ഫോണിൽ പോലും 3.1 ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ അതൊരിക്കലും അക്സെപ്റ്റബിൾ അല്ല ആ കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ ഈ ഫോണിൽ മിസ്സിങ് ആണ്. എല്ലാത്ത രീതിയിൽ ഇതൊരു നല്ല ഫോണാണ്. നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, ഡീസൻറ്റ് ക്യാമറ, നല്ല പെർഫോമൻസ്, നല്ല ബാറ്ററി. കൂടിയ ബാറ്ററി വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് പോയാൽ മതി. അല്ലാതെ ഒരു ഓൾറൗണ്ടർ ഫോൺ എന്ന രീതിയിൽ ഇതിനും കാട്ടി ബെറ്റർ ആയിട്ടുള്ള നല്ല ഫോൺസ് ഉണ്ട്. പെർഫോമൻസും ഓക്കെയാണ്, അത്രയേ ഉള്ളൂ. ഈ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല എന്ന് പറയുന്നത് വലിയൊരു മൈനസ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് അതുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ 2.2 ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം. പക്ഷേ ഈ ഒരു കാര്യം നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത കാര്യമാണ്. അപ്പം നിങ്ങൾ ആ കാര്യം എന്തായാലും നോക്കുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫോൺ അഭിനവ് സൈനിങ് ഓഫ്. ബൈ.